വന്നത്? കാല് ചവിട്ടി നിന്നിടം ഒലിച്ചുപോയി. ഒരു ഗതിയില്ലാന്ന് വന്നപ്പോ തിരിച്ച് നാണം കെട്ട് വന്നിരിക്കുക. ഗതി കിട്ടാത്ത ആത്മാവിനെ പോലെ അവൾ അലയും. അലയണം. വച്ചു നീട്ടിയ വലിയ സൗഭാഗ്യം തട്ടിത്തെറിപ്പിച്ചിട്ട് പോയതല്ലേ. ഇവളുടെ പേരിൽ കുറെ നാണം കിട്ടതാ ഞാൻ. കിട്ടിയത് കണ്ട. അന്തിക്ക് തലചായ്ക്കാൻ പോലും ഒരു ഇടമില്ല. അതാണ് ഈ തിരിച്ചു വരവ്. എന്ത് ചെയ്യണം മംഗലശ്ശേരി? പറ, നിങ്ങൾ തീരുമാനിച്ചോ. തള്ളണോ അതോ കൊള്ളണോ? അടിച്ച് പുറത്താകണം ഇവിടെ. അവളോ ജീവിതം കളിച്ചു. ഇപ്പൊ അനിയത്തിയുടെ ജീവിതം അവളെ നശിപ്പിക്കാൻ വന്നേക്കുക. ഇനിയൊരു നിമിഷം ഇവളീ മണ്ണി കാലുകുത്താൻ സമ്മതിക്കരുത്. ഇറങ്ങി പോടി. അതാണ് സ്വന്തം അച്ഛൻ പറയുന്നതിനപ്പുറം മറ്റാർക്കും ഒന്നും ചെയ്യാനില്ല, ചെയ്യാനും പാടില്ല. അല്ല, ഇങ്ങനെയുള്ള രംഗങ്ങളിൽ മംഗലശ്ശേരി സാധാരണ പ്രയോഗിച്ച് അലമ്പാക്കിയ ഒരു പ്രയോഗം ഉണ്ടല്ലോ. അത് തറവാട്ടിലെ കാരണവന്മാരുടെ വലിയ ഡയലോഗാണ്. എന്താ കറക്റ്റ്. അഞ്ചെട്ട് പെങ്കടിച്ച് ഫിറ്റാണെങ്കിലും അകത്ത് യാഥാസ്ഥികനായ വലിയ ജമ്മി കാരണവർ ഉണർന്നു തന്നെ ഇരിക്കല്ലേ. അപ്പൊ പിന്നെ നേരം കളയണ്ട, പൊള്ളി പോട്ടെ, പുറത്താട്ട് പോട്ടെ. ഇത്താപ്പി നീ എവിടെ അടി പോണേ? ഇവിടെ നിൽക്കേ. ഒരടിയാണെങ്കിൽ പോരുത്. അവളെ ഈ രാത്രി ഇറക്കി വിടരുത്. ഒരു പെൺകുട്ടിയല്ലേ, നേരം വെളുക്കുന്നത് വരെ. മൂദേവി എന്നെ ധിക്കരിച്ച് ഇറങ്ങി പോയവളെ ഇവിടെ കേട്ടെന്നെ സമ്മതിക്കില്ലടി. നീ ഒറ്റ ഒരുത്തിയാ അവൾക്ക് എല്ലാ ഒത്താശം ചെയ്തു കൊടുത്തത്. എന്നിട്ട് ഇനി അവൾക്ക് വേണ്ടി കുറയ്ക്കുന്ന ഒരൊറ്റ ചവിട്ടാനാണ് ലാസത്തെ. ചേച്ചി രാത്രിയിൽ എങ്ങോട്ട് പോവാനാ? നാളെ പൊക്കോളൂ. നീ മിണ്ടരുത്. രാത്രി കയറി വന്നോളെ, രാത്രിയാണോ പൊക്കോളൂ. കയറിപ്പൊടി. ഇറങ്ങിപ്പോടി, ഇറങ്ങിപ്പോ. ഇത് നിങ്ങളുടെ കുടുംബ പ്രശ്നമല്ലേ ചേച്ചി? അത് തീരുമാനിക്കാൻ ഇവിടെ മാധവേട്ടനുള്ളപ്പോ ഞാനെന്ത് പറയാനാ? മകളെ വേണ്ടെന്ന് മാധവേട്ടൻ പറഞ്ഞാ വേണ്ട, അത്ര തന്നെ. പറഞ്ഞത് കേട്ടില്ലടി, പോടി. ഇനി എന്തിനാടി വായും പൊളിച്ച് നോക്കി നിൽക്കുന്നേ? ഇറങ്ങി പോടി. പോകാനോ? പോകോട്ട്. മോളെ മോളെ മോള് നീ പടിക്ക് പുറത്തിറങ്ങിയ ചാവിടി നിന്റെ നടലടിക്കുക.
അവളുടെ ഒരു ബാഗ് അവളുടെ എടി, കാർത്തികേയ കൊണ്ടു പോടി. എന്റെ മാധവേട്ടാ, ദേ, ആ നിപ്പൊന്ന് നോക്കിയേ. എവിടെ പോവാനാ? കാർത്തികേയ സന്തോഷായല്ലോ അല്ലേ? സംശയം എന്താ? തൽക്കാലം നിങ്ങൾ ആസ്വദിച്ചോ. പക്ഷേ ഇത് നിലനിൽക്കുമെന്ന് ഓർക്കണ്ട. ഞാൻ തിരിച്ചു വന്നത് എന്റെ കുടുംബം താമസിക്കുന്ന വീട്ടിലേക്കാ. മംഗലശ്ശേരി തറവാട്ടിൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ട മണ്ണിലേക്കാ. അതുകൊണ്ട് തിരിച്ചു കയറി വന്നതില് എനിക്ക് ഒരു നാണക്കേടും തോന്നുന്നില്ല. ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് ഇറക്കി വിട്ടതിൽ വിഷമവുമില്ല. ഇന്നത്തെ ഒറ്റ രാത്രി കൊണ്ട് ഈ ദേവികയുടെ കഥ അവസാനിക്കില്ല. മോളെ, ഞാൻ പോവും അമ്മേ. മോളെ, എന്നെ ഓർത്ത് വിഷമിക്കണ്ട. എന്റെ ഫോണിങ്ങി തരാൻ. വേണ്ട, കൊടുക്കണ്ട. അവളുടെ ഒരു ഫോണ്. നിനക്ക് ഫോണുമില്ല, ഒരു പുല്ലുമില്ല. വയറ്റിളക്കാതെ കടന്നു പോടി. എന്തൊരു ജന്മവച്ചാ നിങ്ങളുടേത്. സൂക്ഷ്മമില്ലാത്തവന്റെ മുതല് നാണം കെട്ടവൻ കട്ട് തീർക്കുമെന്ന് അച്ഛൻ തന്നെ പറഞ്ഞ് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. നാണമില്ലാത്തവൻ ജോലി ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. സ്വന്തം എന്ന് പറയാൻ ഭാര്യയും മക്കളും മാത്രമേ ബാക്കിയുള്ളൂ. തോറ്റ് തറപറ്റി നിൽക്കുമ്പോഴും ജയിച്ചു എന്ന് തോന്നുന്നത് വലിയ വിട്ടുതരുവാ. അച്ഛനത് വഴിയെ മനസ്സിലാവും. ചെലക്കാണ്ട് പോവാൻ നോക്കണേ. മോളെ, എന്റെ മോള് അവളെങ്ങനെയാ ഇനി? എന്തൊരു പരീക്ഷണ ഈശ്വരൻ കാണിക്കുന്നത്.
ഈ പാതിരാത്രിയില് അവൾ ഒറ്റയ്ക്ക്. ഇനി എന്തെങ്കിലും കടുങ്ങി ചെയ്യേണ്ട കുഞ്ഞ്. ഹേയ്, അമ്മ വിഷമിക്കണ്ട. ചേച്ചി തോറ്റു പിന്മാറിപ്പോയതൊന്നും അല്ല. നാണം കെട്ടി ഇവിടെ നിൽക്കുന്നതിനേക്കാളും ഭേദമല്ലേന്ന് കരുതിയിട്ട് തന്നെ പോയതാ. പെണ്ണായതുകൊണ്ട് എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കണ്ട. എങ്ങനെ പോണെന്നും എന്ത് ചെയ്യണമെന്നും ഇപ്പൊ എന്റെ ചേച്ചിക്കറിയാം. ഇല്ല, ഇനി അവൾ തോൽക്കില്ല. നെല്ലിപ്പടിയോളം സഹിച്ചു. അവസാനം അവൾ തിരിച്ചടിക്കും. അത് തന്നെ ഇവിടെ സംഭവിക്കും. ഈശ്വര, എന്റെ കുഞ്ഞിന് ഇനി ഒരബദ്ധം വരുത്തല്ലേ. അമ്മ സമ്മതിക്കില്ല. ഞാൻ ഒരുപാട് പറഞ്ഞു നോക്കി. എന്തൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചാലും അമ്മ ദേവി ഇങ്ങോട്ട് കൊണ്ടുവരാൻ അനുവദിക്കില്ല. ഞാനിനി എന്താ ചെയ്യേണ്ടത്? അമ്മയെ ധിക്കരിച്ച് കൊണ്ടുവരാന്ന് വെച്ചാ അത് വലിയ പ്രശ്നമാവും. അച്ഛനിങ്ങനെ കിടക്കുമ്പോ ഇവിടെ വഴക്കും ബഹളമൊക്കെ ആയ അത് പറഞ്ഞ് എല്ലാരും എന്നെ കുറ്റപ്പെടുത്തും. പുറത്തറിഞ്ഞ ആളുകൾ എന്തൊക്കെ കഥകളെ ഉണ്ടാക്കി പറയാൻ പോകുന്നെന്ന് പറയാൻ പറ്റില്ല. അച്ഛൻ മരുന്നും ഭക്ഷണം കഴിക്കാതെ വാശി പിടിച്ച് കിടക്കുന്നുണ്ട്. നാളെ രാവിലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാനാ തീരുമാനം. അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടാണെന്ന് അമ്മ പറയുന്നേ. ഈ അവസ്ഥയില് മരുന്നൊക്കെ കഴിക്കാതിരുന്ന അച്ഛൻ പെട്ടെന്ന് വയ്യാതായി പോവും. എനിക്ക് വേണ്ടി അച്ഛൻ വേണ്ട, ഒന്നും വേണ്ട. അച്ഛനിനി എന്തെങ്കിലും പറ്റുന്ന കാര്യം എനിക്ക് ഓർക്കാൻ കൂടി പറ്റില്ല. ഇനി ഒന്നും കഴിക്കാതെ ഇങ്ങനെ കിടക്കരുത്. എനിക്കത് താങ്ങാൻ പറ്റില്ല. കഴിയുമെങ്കിൽ എന്നോട് ഇത്തിരിയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ മരുന്നെങ്കിലും കഴിക്കച്ചാ. അച്ഛാ, എന്താ അച്ഛാ? എന്താ പറയ്, എന്താ വേണ്ടേ പറയച്ചാ. അച്ഛാ, എന്താ വെള്ളം വേണം കുടിക്കാൻ? മരുന്നോ? മരുന്ന് എടുക്കട്ടെ, കഴിക്കോ? ആ, വെള്ളം. കുറച്ചുകൂടെ. ഓ, ഇപ്പോഴാ എന്റെ ശ്വാസം ഒന്ന് നേരെയായത്. അച്ഛനിനി മെഡിസിൻ ഒന്നും കഴിക്കാതിരിക്കരുത്. ആഹാരം കഴിക്കണം. ഞങ്ങളുടെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട. അച്ഛൻ എത്രയും വേഗം പഴയതുപോലെ ആവണം. ഞങ്ങൾ കാത്തിരുന്നോളാം. അച്ഛന് ഭേദമായ ആരെയും പേടിക്കാതെ ഞങ്ങൾക്ക് ഒന്നിക്കാമല്ലോ.
ഞങ്ങളുടെ കാര്യോർത്ത് അച്ഛൻ ടെൻഷൻ ആവണ്ട. നിക്കും ദേവിക, നിക്ക്, ഒന്ന് നിക്കുമോളെ. ഉപദ്രവിക്കാൻ വന്നതൊന്നുമല്ല ഞാൻ. എന്തൊക്കെയായാലും നീ ഒരു പെൺകുട്ടിയല്ലേ, പോകാൻ ഇടമില്ലാത്ത അവസ്ഥയിൽ നിന്നെ ഇറക്കി വിട്ടത് ശരിയായില്ല എന്ന് തോന്നി. ചെറിയൊരു മനസാക്ഷി കുത്ത്, അതുകൊണ്ട് വന്നതാ. അല്ല, ദേവിക നീ ഇങ്ങോട്ട് പോവും? അല്ല, എവിടെ പോവാനാ മാധവേട്ടന്റെ മകളുടെ ഉദ്ദേശം? എങ്ങോട്ടായാലും എന്താ, അതെന്തായാലും നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. ആ, അത് ശരിയാ. ഈ വാശി അതും കൊള്ളാം. പക്ഷേ വാശി ഇപ്പൊ മനസ്സിൽ തോന്നുന്ന പോലെ ജീവിക്കാനൊന്നും പറ്റില്ല. നീ തനിച്ച, കയ്യിൽ കാശുമില്ല, കയറി ചെല്ലാൻ ഒരു ഇടവുമില്ല. ശരിയല്ലേ? ആണെങ്കിൽ അതെ, ഈ വാശിയില്ലേ, ഒരു നേരത്തെ ആഹാരത്തിന് മുന്നിൽ, വിശപ്പിന് മുന്നിൽ തളർന്നു പോകും. അത് പിന്നെ നിരാശയായിട്ട് മാറും. നിരാശ മൂത്ത പിന്നെ ആത്മഹത്യ. വേറെ ഒരു വഴിയില്ല നിന്റെ മുന്നില്. നീ ചെറുപ്പാ, ആയുസ് പാഴായി കളയണം. എന്തെല്ലാം സന്തോഷങ്ങളാ, എന്തെല്ലാം സുഖസൗകര്യങ്ങളാ നിനക്ക് മുന്നിൽ അനുഭവിക്കാൻ കിടക്കുന്നത്. ചത്തിളഞ്ഞ നിനക്ക് എന്ത് കിട്ടും? ഒന്നുമില്ല. പിന്നെ അമ്മ അനിയത്തിയും കുറച്ചു കാലം നിന്നെ ഓർത്ത് കരയും, അത്രേ ഉള്ളൂ. എന്റെ മോളെ, ഈശ്വരൻ നമുക്ക് വേണ്ടി തുറന്നു തന്ന സന്തോഷത്തിന്റെ വഴിയിലൂടെ നടന്നു കയറി ചെല്ലണം. ഓരോ നിമിഷവും ആസ്വദിച്ച് കടന്നു പോണം. നിന്നെ പോലെ വാശി പിടിച്ച് ജീവിതം പാഴാക്കിയവരൊക്കെ അവസാനം ദുഃഖിച്ചിട്ടേ ഉള്ളൂ. കഴിഞ്ഞോ? എനിക്ക് പോണം. ഏയ്, കഴിഞ്ഞില്ല. മോഹിച്ച എല്ലാ വഴികളും അടഞ്ഞപ്പോഴാ നീ ഇങ്ങോട്ട് വന്നത്. മുരളിയുടെ കല്യാണം കഴിഞ്ഞു, ഇനി തിരിച്ചങ്ങോട്ടില്ല പറ്റില്ല. എന്റെ ചെലവിൽ കഴിയുന്ന നിന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് വന്ന സ്ഥിതിക്കാണ് ഞാൻ ഇത്രയും പറയുന്നത്. നിന്നോട് തോന്നിയ ഒരു മോഹത്തിന്റെ പേരിൽ ഒരുപാട് കാശ് ഞാൻ തിളച്ചു. അതിനൊപ്പം അപമാനവും ബുദ്ധിമുട്ടും സഹിച്ചു. നീ വഴങ്ങിയില്ല. എന്നെ ധിക്കരിച്ചിട്ട് നീ നിന്റെ വഴിക്ക് പോയി. പക്ഷേ ആ മോഹം ഇപ്പോഴും മനസ്സിലിങ്ങനെ പടർന്ന് പന്തലിച്ച് തന്നെ നിൽക്കുക. മാറി നിക്ക്, എനിക്ക് പോണം. പറഞ്ഞു തീർന്നില്ല. ഇപ്പൊ നീ പോവാൻ പോകുന്നത് എവിടേക്കാ? ദേ, ആ കാണുന്നത് പോലുള്ള കനത്ത ഇരുട്ടിലേക്കാ. നിനക്ക് സമ്മതമാണെങ്കിൽ നിന്നെ ഞാൻ സംരക്ഷിക്കാം. എങ്ങനെ? എനിക്ക് ഇവിടെ തന്നെ ഒഴിഞ്ഞു കിടക്കുന്ന 3-4 വീടുകളുണ്ട്. നിന്റെ തറവാട് മംഗലശ്ശേരി അടക്കം. എവിടെ വേണമെങ്കിലും നിനക്ക് താമസിക്കാം. ഈ കഥയിലൊക്കെ പറയില്ലേ, ഒരു രാജ്ഞിയെ പോലെ, അതുപോലെ കഴിയാം. അപ്പൊ ശാരിക അവളെ കല്യാണം കഴിക്കുന്നില്ലേ? അത് തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമല്ലേ. അവക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ല. അത് ഞാൻ ഏറ്റു. മാധവേട്ടനും അതങ്ങിയിരിക്കും. സംഭവം കൊള്ളാം. ഈ അവസ്ഥയിൽ ഇത് ഗംഭീരമായ ഓഫറാ. താമസിക്കാൻ വീട്, ഡ്രസ്സ്, വെച്ച് വിളമ്പി തരാൻ ബാല്യക്കാര്, ചെലവാക്കാൻ ഇഷ്ടം പോലെ പണം അല്ലേ? അതാണ് നീ ആവശ്യപ്പെടുന്നത് എന്തും. പക്ഷേ എന്റെ സ്ഥാനം എന്തായിരിക്കും? ഞാൻ എന്താണെന്നും ആരാണെന്നും എനിക്ക് എന്നോട് തന്നെ ഒന്ന് പറയണ്ടേ?
അതെന്താ ഒന്ന് പറഞ്ഞു തരുമോ? കാർത്തികേയൻ മുതലാളിയുടെ വെപ്പാട്ടിയോ? ഏയ് അതിപ്പോ അങ്ങനെ ഒരു പേരൊന്നും ഇട്ട് വിളിക്കണ്ട. ഞാനുണ്ട് നിന്റെ കൂടെ ജീവിതകാലം മുഴുവൻ. നിർത്തട. 3 നേരം ഭക്ഷണവും കൈ നിറയെ കാശും കൊടുത്താ പറയുമ്പോഴെല്ലാം പാ വിരിച്ചു തരുന്ന പെണ്ണുങ്ങളെ മാത്രമേ താൻ കണ്ടിട്ടുള്ളൂ. മനസ്സിന്റെയും ശരീരത്തിന്റെയും ശുദ്ധിക്ക് സ്വന്തം ജീവന്റെ വില കൊടുക്കുന്ന പെണ്ണുങ്ങളും ഈ ലോകത്തുണ്ട്. അത് കണ്ടു വളരണമായിരുന്നു. അങ്ങനെ ഒരു അവസരം സ്വന്തം വീട്ടിൽ കിട്ടാത്തതേ എന്റെ കുഴപ്പമല്ല. നീ പോടാ.